മാവേലി ഓണത്തിന് വരും മക്കളെ. ഒരു ദിവസം കൊണ്ട് എല്ലാരും കണ്ടിട്ട് പോവോ? അങ്ങനെ ചോദിച്ചാ ഒരു ദിവസം കൊണ്ട് വന്ന് എല്ലാരെയും കണ്ടിട്ട് പോകുന്നാണ് പറയണത്. പാതാളം മാവേലി നിൽക്കുന്ന അവിടെ തന്നെ പാതാളം. അവള് ചോദിച്ചേട്ടാ പാതാളൊക്കെ എവിടെയെന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കോളൂ. അറിയാൻ ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനാ? അപ്പൂപ്പനും മാവേലി അല്ലേ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പൂപ്പൻ തന്നെ പറഞ്ഞു കൊടുക്ക്. അയ്യോ എനിക്കൊന്നുമില്ല മക്കളെ, എന്തിരുന്നാണെന്ന് പറഞ്ഞുകൂട്. അത് വീട്ടിൽ പോയിട്ട് പറഞ്ഞുതരാം. പിന്നെ അപ്പൂപ്പനും മാവേലി സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതല്ലേ? ഏത് സ്കൂളിലാ പഠിച്ചത്? അത് ഞാൻ മറന്നുപോയി മക്കളെ. മാവേലി വരുമ്പോ ചോദിച്ചു നോക്കാം. ആവശ്യത്തിന് പൂക്കളൊക്കെ കിട്ടിയില്ലേ? ബാപ്പുവ വേണ്ട ചേച്ചി, അതും കൂടെ പറിച്ചിട്ട് പോവാം. അതും കൂടെ പറിച്ചു. അപ്പൊ നാളെ പൂക്കളോട് എന്ത് ചെയ്യും? നടക്ക് നടക്ക്. പൂ പറിക്കാൻ പോയിട്ട് പൂക്കളൊക്കെ കിട്ടിയാ? പിന്നെ ഞങ്ങൾ ആ പാറമടയുടെ അവിടെ ഒരു 2 റൗണ്ട് അടിച്ച്. രാവിലെ ഞാൻ ഇവിടെയൊക്കെ നോക്കി കണ്ടില്ല. എവിടെ പോയി? ഞാൻ നടക്കാൻ പോയി. എന്നെ വിളിക്കണ്ടല്ലേ? എന്റെ പൊന്നോ, ഒരു തവണ കൊണ്ടുപോയിട്ട് ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. എന്നെ അതെ വെറും പന്ന സാധനം. അതാണ് ഇത്രയും കുഴപ്പം ചെയ്തത്. ചേച്ചി പൂക്കളടാ. ആദ്യം പോയി കൈ കാലും മുഖമൊക്കെ കഴുകുള്ള ചെളി കൂടെ ഒക്കെ നടന്നിട്ട് എന്നിട്ട് പൂക്കളോടാം. നമുക്ക് നല്ല അടിപൊളി ഡിസൈൻ ഇടാം. അച്ഛാ, അച്ഛന് കട്ടൻ വേണം വേണം വേണം. ഓക്കെ. അപ്പോഴേ ഞാൻ അകത്ത് പോയി കയ്യിലും കാലും ശകലം തൈലം ഇട്ടിട്ട് വരാം. തൈല? തൈലം തൈലം കുളത്തിന് അടിക്കാം. എന്റെ പൊന്നോ, നമുക്ക് ആലോചിക്കപ്പോ. അച്ഛാ അങ്ങനെ പറയല്ലേ. നോക്കാം നോക്കാം. ഇത്തവണ നീ മാവേലി. അളിയാ അത് ശരിയാത്തില്ല. അളിയന്റെ ഹൈറ്റ് മെറ്റൊക്കെ വെച്ചിട്ട് അളിയനായാലും ഒരു ഗുമ്മുള്ളൂ. ഞാനവാടാ. എങ്കിൽ പിന്നെ അച്ഛനാവട്ടല്ലേ. ഓക്കെ, ഞാൻ വെറുതെ പറഞ്ഞു. ഞാനും നോക്കില്ല. എന്നാ പിന്നെ വെറൈറ്റി 300 രൂപയല്ലേ? 3 പേരാവേണ്ട ആവശ്യമൊന്നുമില്ല, ഒരാള് മതി. കളറായിരിക്കും കല്ലിനേക്കാം. പറഞ്ഞാക്കിയാലോ? അങ്ങനെങ്കി അങ്ങനെ ആക്കാം. കിട്ടില്ലേ എന്ത് പൂക്കളം? എടാ അവര് ചിലപ്പോഴേ പൂക്കള് പറിക്കുന്നുണ്ടാവത്തുള്ളൂ. എടാ അവര് പൂക്കളൊക്കെ പറിച്ച് ഇതേ ഇരിക്കണ്. കുറച്ചോണ്ടൊന്ന് വെച്ചോ അളയോ? നമുക്കൊരു നോക്കിയല്ലേ പൂക്കളിടാനാ? പിന്നല്ലാതെ ഡിസൈനൊക്കെ ഞാൻ വരയ്ക്കാം. നീയാ? പിന്നെ നമ്മുടെ കിണ്ണ കാഴ്ച സാധനം ഇരിക്കില്ലേ? അങ്ങനെയാണെങ്കിലേ നമുക്ക് ലെറ്റൂസിനെ ഞെടിക്കാം. കുഴപ്പമില്ല. കൂടുന്നോ? ഇല്ലടാ, നമ്മുടെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ. നിങ്ങൾ കളവിടാൻ നോക്ക്. കളവിടാം. ഡിസൈൻ വരക്കണെങ്കിൽ ചോക്ക്. പൂക്കളെടുക്ക്. പൂവാളെ അങ്ങോട്ട്. ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടോ? ഓക്കെ എടളയാ. സൂപ്പർ അളയാ. ഇതങ്ങ് ഫില്ല് ചെയ്താ കിടുക്കും. എന്തുവാടാ? കോഴിമുട്ട വരച്ചു വെച്ചേക്കണോ? 4 3 കുഴപ്പമില്ലോ. ഓ, ഈ ഏരിയ മഞ്ഞ, ഇപ്പുറത്തെ ഏരിയ ഓറഞ്ച്. ഓക്കെ. നടുക്ക് എന്തിടും? നടുക്ക് എന്തിട്ടാലും മതിയടാ. കാരണം നീ കളം വരച്ചപ്പോഴേ അതിന്റെ ഭംഗി പോയി. പിന്നെ കുഴപ്പമില്ല വരയ്ക്കാൻ എന്ത് അല്ലേ? ചിരിക്കണ നോക്കുന്നിട്ടിരുന്ന് ഇപ്പൊ മനസ്സിലായി അളിയന്റെ ഹ്യൂമർ സെൻസ് എവിടെ നിന്നാ കിട്ടിയെന്ന്. നിന്റെ എവിടെ കിട്ടിയെന്ന് എനിക്കറിയാം. അതോ പിന്നെ ഇപ്പൊ പറയാണ്ടിരിക്കുന്നതല്ല. പച്ച അവിടെ ഇട്ടല്ലേ? പച്ച അവിടെ ഉണ്ടോ? അവിടെ 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 ഇപ്പഴത്തെ അവിടെ വേണ്ടെന്ന്. പച്ച അവിടെ ഇട്ടാ അവിടെ സൂപ്പർ ആയിരിക്കും. ചോപ്പ് മിഡില് കുറച്ചിട്ട് ഇതൊരു അപ്പുറത്തെ സൈഡിൽ കുറച്ച്. ഓക്കെ, അപ്പൊ റോസ് ഇവിടെ ഇടല്ലേ? ആ വെള്ള റോസിന്റെ കോമ്പിനേഷൻ പൊളിച്ചേട്ടാ. എന്നാ അല്ലേടാ സെറ്റല്ലടാ? പൊളിച്ച് ഇവിടെ നിന്ന് കാണുമ്പോഴാണ് ആ ഒരു വ്യൂ കിട്ടണം അല്ലേ? അല്ലേ ഏതാണ്ട്
ഇതിന് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല മോനെ. എന്താ? ഞാൻ അത്രയും വളർന്നിട്ടില്ലടാ. അളിയാ അത്രയൊക്കെ കിടുവെന്ന് പൊളിച്ചത് നമ്മള്. നിന്റെ ഡിസൈൻ എന്റെ പൊന്നടാവേ. അളിയന്റെ പൂ സെലക്ഷൻ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടെ. പ്ലാനിങ് ആയിരുന്നു നമ്മുടെ. പൂക്കളം ഇട്ടാ അല്ല പിന്നെ നമ്മളങ്ങ് കിട്ടും അല്ലല്ലയാ. ഞങ്ങളല്ലേ പൂ പറിച്ചോണ്ട് വന്നേ, എന്നിട്ട് ഞങ്ങളടുത്ത് ചോദിക്കാതിരുന്നാ? അല്ലിപ്പൊ പൂക്കളം ആരാളും ഇട്ടാ പോരെ? അതൊന്നും പറ്റൂല. നോക്ക്, നമ്മളടുത്ത് ചോദിക്കാതെ പൂക്കളം ഇട്ടേ. ഞാനല്ലാട്ടോ. അത് ഞങ്ങള് കണ്ടു പോയിരിക്കുന്നുണ്ട് അടുത്തും കിട്ടു. ഞെട്ടിയില്ലേ? ഞെട്ടില്ലേ? നല്ലൊരു ദിവസം ഞങ്ങള് കഷ്ടപ്പെട്ട് പറിച്ചോണ്ട് വന്ന പൂവല്ല, അപ്പൊ ഞങ്ങള് വേണ്ട പൂക്കളൂടെ. ഞാന് കഷ്ടപ്പെട്ട് പുറത്തോണ്ട് വന്നേ പൂക്കളം ഇട്ടാ പോരെ. പറ്റത്തില്ല, പറ്റത്തില്ല. ഞങ്ങളുടെ പൂക്കളം എന്തോ കുഴപ്പം അപ്പൊ പറ. കൊള്ളത്തില്ല അത്. കൊള്ളത്തില്ലെന്നോ? ഇത് കൊള്ളത്തില്ലെന്നോ? അതിനേക്കാളും നല്ല പൂക്കളം എനിക്കിടാൻ പറ്റും. പറ്റും, തേങ്ങ പറ്റി. ഞാൻ നല്ല ഒന്നാമത്തെ ഡിസൈൻ കണ്ടു വെച്ചോണ്ടിരുന്നത് അറിയോ? കണ്ടുവെച്ചോണ്ടിരുന്ന വന്ന് ഇടണം. അല്ല പൂ ഉണ്ടെന്ന് വെച്ചാൽ അവര് പോക്കങ്ങ് പോവില്ല. ഞങ്ങൾ കൈ കാലം മുഖം കഴുകാൻ പോയതല്ലേ. ഇത്ര നേരം കൈകാലം ഞങ്ങളുടെ പൂക്കളം ഇട്ട് കഴിഞ്ഞു എന്നിട്ടാണ് പറഞ്ഞത്. പിന്നെ ചേച്ചു മാസത്തിലെത്തോറല്ലോട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ ആർക്കഥ കാണിച്ചിട്ടല്ലേ? എന്താ ഇത് ഓണകാലമായിട്ട് ഒരു സമാധാനം തരത്തില്ലയോ? എന്തോ എന്റെ സിദ്ധു, എന്തോ ഇവിടെ ബഹളം. അമ്മ നെച്ചൂസ് ചുമ്മാ അലമ്പുണ്ടാക്കുക. അവള് ചുമ്മാ ആവശ്യമില്ലാതെ ഒന്നും പറയത്തില്ല. എന്തുവാടി കാര്യം മോളെ? അമ്മ രാവിലെ എണീറ്റ് ഞാനും എന്റെ പിള്ളേരും അതുപോലെ തന്നെ അപ്പൂപ്പനും കൂടി ഈ കണ്ട പറമ്പൊക്കെ നടന്നത് കുറച്ച് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്ന്. അതെന്തിനാ? ഞങ്ങൾക്ക് പൂക്കൾ ഇടാൻ വേണ്ടിട്ടല്ലേ. അതിവിടെ ഞങ്ങൾ വെച്ചതാ, അതെടുത്ത് ഇവര് പൂക്കളം ഇട്ടു. എന്താണ് ഞങ്ങളുടെ പൂക്കളം നിങ്ങളുടെ പൂക്കളം എല്ലാം പൂക്കളം തന്നെ ആരിട്ടാലും അല്ല. ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചേച്ചിക്ക് കലാബോധം എന്ന് പറഞ്ഞൊരു സാധനം തൊട്ട് തീണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതങ്ങ് ഇട്ടത്. ചേട്ടനാ കലാബോധം ഇല്ലാത്തത്. ആടി പറഞ്ഞ എനിക്ക് കലാബോധം ഇല്ലെന്ന്. എനിക്ക് കലാബോധമൊക്കെ ഉണ്ട്. അതെ അതെ, ഇതല്ലേ നിന്റെ കലാബോധം. ഏതുണ്ട്? സൂപ്പറല്ലേ? നല്ല ഭംഗിയില്ലേ? ഒരുമാതിരി ഛർദിച്ചിട്ട പോലെ. അതെ, നിങ്ങൾക്കൊക്കെ പൂക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പൂവൊക്കെ പറിച്ചോണ്ട് വന്ന് അല്ലെങ്കിൽ മേടിച്ചോണ്ട് വന്ന് ഇടണായിരുന്നു. അല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പറിച്ചോണ്ട് വന്ന പൂ കൊണ്ടല്ല പൂക്കൾ ഉണ്ടത്. ഓ മോളെ ലച്ചുവേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്നിപ്പോ അവര് പൂക്കളം ഇട്ടു, നാളെ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ പൂക്കളം ഇട്ടോ. അപ്പൊ പിന്നെ ഇവിടെ വഴക്കുണ്ടാവില്ലല്ലോ. അത് പറ്റൂല, 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 പറ്റൂല. ഇപ്പൊ എന്താ ഇവിടുത്തെ പ്രശ്നം? നിങ്ങൾക്കും പൂക്കളം ഇടണം, ഇവർക്കും പൂക്കളം ഇടണം, അത്രയല്ലേ ഉള്ളൂ. നാളെ നേരം വെളുക്കുമ്പോ രണ്ടുപേരും ഓരോ പൂക്കളം ഇട്ടേ. ഒരു വീട്ടിലെങ്ങനെ രണ്ട് പൂക്കളം? അതൊക്കെ ഭയങ്കര ദോഷമാ. അത് കുഴപ്പമില്ല സീതേ. നാളെ രണ്ട് ടീം ഓരോ പൂക്കളം ഇട്ടേ. ഏറ്റവും നല്ല പൂക്കളത്തിന് എന്റെ വക ഒരു സമ്മാനം. എന്ത് പറയുന്നു? ഡീലിനുണ്ടോ? എന്നാ പിന്നെ ശരി, മത്സരത്തിന് ഞങ്ങൾ സമ്മതിച്ചിരിക്കണേ. ഡീൽ കൊടുത്തോ കൊടുത്തോ. ഓക്കെ. അതെ, ഈ പൂക്കളം ഇടുന്ന മത്സരത്തിന് എന്തെങ്കിലും നിബന്ധന ഉണ്ടോ? നിബന്ധന ഉണ്ട്. പൂക്കളത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു കുറഞ്ഞത് ഒരു 2 തരം നാടൻ പൂവെങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടാവണം. പിന്നെ ജഡ്ജ് ഞാനായിരിക്കും. ജഡ്ജിന്റെ തീരുമാനം അന്തിമമായിരിക്കും. ചേച്ചി, ഈ ചെത്തിപ്പൂവേ നമ്മളെ വിട്ടുകൊടുക്കരുത്. നാടൻ പൂ കിട്ടാനേ ഭയങ്കര പാടാ. പൂക്കളത്തിൽ ഒരുപാട് നാടൻ പൂക്കൾ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് പ്രൈസ് അടിക്കും. പക്ഷെ പടവല ആയിരുന്നെങ്കിൽ കുറെ പൂക്കൾ കിട്ടിയായിരുന്നു അല്ലേ? അത് ഗ്രാമപ്രദേശമല്ലേ, അവിടെ ഇഷ്ടം പോലെ നാടൻ പൂക്കൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് പോയി പറിച്ചുകൊണ്ട് വരാനുള്ള സമയമില്ലാണ്ടായി. ഇവിടെ സിറ്റി അല്ലേ, ഇവിടെ എവിടെ നോക്കിയാലും വീടും ബിൽഡിങ്സും മാത്രമേ ഉള്ളൂ. അപ്പൊ നാടൻ പൂക്കൾക്ക് വളരെ സ്ഥലവും ഇല്ല. അതുകൊണ്ട് ഇവിടെ എന്തോരം പൂക്കളൊക്കെ ഉണ്ടായിരുന്നറിയോ? തുമ്പ, കാക്കപ്പൂവ്, നന്ദിയാർ വട്ടം, കൃഷ്ണകിരീടം. വരെ ഇപ്പൊ ഒരു തുളസി തൈ പോലും കാണാൻ കിട്ടാറില്ല.
അതെന്താ കാണാത്തെ? അതല്ലേ പറഞ്ഞേ ഇവിടെ വളരെ സ്ഥലമില്ലെന്ന്. ചേച്ചി, എങ്ങാണ് അവര് നമ്മളെ തോപ്പിച്ചാലാ? നിനക്ക് തോന്നുന്നുണ്ടോ വേറെ ഈ മണ്ടന്മാര് നമ്മളെ തോപ്പിക്കൂന്ന്? ഓ അളയാ, തെച്ചി ഇവിടെ ഉണ്ട്. ഇനി ബാക്കി പൂവിന്റെ അറേഞ്ച് ചെയ്താൽ മതി. മൊത്തം എടുത്തോ. തെച്ചി എവിടെയുണ്ടെന്ന്? ഇതേ നമ്മള് ബുക്ക് ചെയ്തതാ, കണ്ടില്ലേ കാവല് നിൽക്കുന്നേ? ബുക്ക് ചെയ്താന്ന്. ബുക്ക് ചെയ്തോണ്ടിരിക്കത്തേ ഉള്ളൂ. ഇത് ഞങ്ങൾക്കുള്ളതാ. അത് കാണണമല്ലോ. കാണണമല്ലോ. ആ കാണിച്ചു തരാം. എന്നാ ഇപ്പഴാ പറിച്ചു വയ്ക്കളയാ. സെന്റിമെന്റ്സ് ഇറക്ക്. കല്ലൂസേ, നിന്റെ അച്ഛനാണ്. ആവശ്യം വന്നാ പറയാം. എന്ത് പറഞ്ഞു നേരിട്ട് ഞങ്ങള് പീക്കിരി പിള്ളേരുടെ വാരിക്കണ കേൾക്കാതെ പോവാൻ നോക്ക്. നമ്മളെ എന്നാ പിന്നെ പറച്ചിട്ടേ ഉള്ളു വായിക്കാര്. ഇതെന്താണെന്ന് വഴക്കായ? എടാ ഒരു വഴക്ക് ഞാൻ സോൾവ്. സിദ്ധു അടി കിട്ടോട്ടെ നിനക്ക്. സുമാരി എടാ ഇപ്പൊ എന്താ പ്രശ്നം? എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? അച്ഛാ, ഇവര് പൂ പറിക്കാൻ അനുവദിക്കുന്നില്ലെന്നേ. അത് ഞങ്ങൾ നേരത്തെ വന്ന് ബുക്ക് ചെയ്തതാ അച്ഛാ. ശരി ശരി, ഈ പൂ തന്നെ വേണോന്ന് എന്താണ് ഇത്ര നിർബന്ധം? അച്ഛനല്ലേ പറഞ്ഞേ പൂക്കളത്തിൽ നാടൻ പൂക്കളൊക്കെ ഉൾപ്പെടുത്തണം എന്ന്. ഓ അതാണാ കാര്യം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, നാടൻ പൂ വേണ്ട, ക്യാൻസൽ. ഏതെങ്കിലും ഒരു പൂവായാ മതി. കല്ലൂസേ. ആ അളിയാടാ, ഓ അല്ലെങ്കിൽ ലോറി കണക്കിനെ നാടൻ പൂ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇവർക്ക് ഡിസൈൻ ഇടാൻ അറിയണ്ടേ. അയ്യേ നമ്മള് കണ്ടായിരുന്നു ഡിസൈൻ വരച്ച് വെച്ചേക്കുന്ന അവളെ. അത് റഫ് ആ ക്ലീൻ നീറ്റ് സാധനം ഇനി വരും. വരും, കാണാം, കാണിച്ചു തരാം. ഞങ്ങളുടെ ഡിസൈൻ എന്താണെന്ന് നിങ്ങൾ നാളെ രാവിലെ കണ്ടോ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. പാറൂരിനകത്ത് ഏത് ഡിസൈൻ ഇഷ്ടപ്പെട്ടെ? ഞാൻ നോക്കട്ടെ. എനിക്കും ഞാൻ വരയ്ക്കാത്ത അല്ലാത്തോണ്ട് മക്കൾക്ക് ഓക്കെ അല്ലെങ്കിലേ മകള് കേശിച്ചേണ്ട ടീമിൽ അങ്ങ് കേറിക്കോ. അയ്യോ, അതൊന്നും പറ്റൂല. ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെ. ഇവിടെ ഏത് കളർ അടിക്കുന്നു? തീരുമാനിക്കാം. ആഹാ, ഇത് കൊള്ളാലോ പരിപാടി. ഇതെങ്ങനെയുണ്ട് അച്ഛാ നാളത്തെ പൂക്കളത്തിന് ഡിസൈൻ ഒന്നും? കൊള്ളാം, മൊത്തത്തില് എല്ലാം രസമുണ്ട്. ഇഷ്ടപ്പെട്ട? കുഴപ്പമില്ലത്തച്ചോ. അതങ്ങനെ മത്സരം തുടങ്ങുന്നതിന് മുമ്പേ അങ്ങനെ പറയാൻ കൊള്ളാവോ? അല്ലടാ, ഇത് ഒരു അഭിപ്രായമൊന്നുമല്ല. അവര് ചോദിച്ച് ഞാൻ ടോട്ടലി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ പറ്റില്ല അളിയാ. ഇവര് ജഡ്ജസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. അച്ഛാ, അച്ഛനെ ഒരു സ്വാധീനിച്ചാ? എവിടെന്ന് ഞാൻ അങ്ങനെ സ്വാധീനിക്കപ്പെടൂടാ? ഇല്ല. അല്ലേ ഡിസൈൻ അടിച്ചു പറ്റുന്ന നോക്കണേ. എന്താണ് ഉരുളക്കിഴങ്ങിന്റെ പടവും? അല്ല നിങ്ങൾ തിരിച്ചേ കുഴിപ്പുളത്തച്ഛൻ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം. മത്സരം കഴിയുന്നിടം വരെ കുഴിപ്പുളത്തച്ഛൻ അഭിപ്രായം പറയാൻ പാടില്ല. എനിക്ക് അഭിപ്രായം പറയാനോ? അയ്യോ, ശങ്കരേട്ടന് അഭിപ്രായം പറയാൻ പാടില്ല. അതെന്ത്? ശങ്കരേട്ടൻ ജഡ്ജിന്റെ അസിസ്റ്റന്റ് ആണ്. അസിസ്റ്റന്റ് ജഡ്ജി. അതെപ്പോഴേ? ഇപ്പൊ ഞാൻ തീരുമാനിച്ച്, ഞാനല്ലേ കമ്മിറ്റി, എനിക്ക് എന്ത് തീരുമാനം എടുക്കാലോ. എന്നെ തെറ്റിയാക്കിയ സ്ഥിതിക്ക് അത് എടുത്തരാ. എനിക്കിതല്ലാണ്ട് വേറെ ചിന്തയൊന്നുമില്ല. വിട്ടുകളാ. ആഹാ, മൂന്നുപേരും കൂടെ ഞങ്ങള് വീട്ടിലേക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട്. ഓ ഈ സഞ്ചിക്കകത്ത് അതെ, പലവ്യഞ്ജനങ്ങളാ. അമ്മേ കനകം വാ. എന്തായി നിങ്ങളുടെ മത്സരം? എന്താവാൻ, അമ്മൂമ്മ നോക്കിക്കോ. നാളെ രാവിലെ ഫസ്റ്റ് പ്രൈസ് ഞങ്ങൾ തന്നെ തൂക്കും. നാളെ തകർക്കണം. പിന്നെ ഉറപ്പായിട്ടും.
അളിയടാ നമുക്ക് തന്നെ ഫസ്റ്റ് കിട്ടത്തില്ലടാ. ഉറപ്പല്ലേ കിടക്കുന്നതാനെ ഉം. ഓൺലൈനിൽ നോക്കി എടുത്തതെന്ന് പറയാൻ നിൽക്കണ്ട. ഉണ്ടണ്ട. അല്ലയോ കുറച്ച് പുഷ്പിക്കാൻ വേണ്ടിട്ടേ എന്റെ എല്ലാം നടുക്ക് ഓരോ റോസ് വെച്ച് കൊടുത്താലും അത്രയും പുഷ്പിക്കണ്ടടാ. എന്റെ പുഷ്പിക്ക് വെച്ചിട്ട് കൂടുതലാ. സെറ്റായില്ലടാ ഇപ്പം? നീ ഗ്യാപ്പുള്ള തന്നെ ഫീൽ ചെയ്യും. നീയൊക്കെ അപ്പുറത്തെ ടീമിന്റെ ആൾക്കാരല്ലേ, എന്താ ഇവിടെ? എന്തായി നോക്കാൻ വന്നതാ. അളിയടാ നമ്മുടെ അത്തപ്പൂക്കളം പൊളിക്കാൻ വേണ്ടിട്ടേ ലച്ചൂസ് പറഞ്ഞു വിട്ടതാണെന്നാ തോന്നണേ. അതിനൊന്നും അല്ല. ഞാൻ ചിരിക്കാത്തറിയല്ല ഈ ചോട്. ഞങ്ങളുടെ അത്തപ്പൂക്കളത്തിനെല്ലാം പറ്റിയ അമ്മച്ചിയാണ് ആ അത്തപ്പൂക്കളം ഏറി നിക്ക്. കല്ലൂസിന് അച്ഛനെ ഭയങ്കര ഇഷ്ടല്ലേ? അച്ഛൻ പറഞ്ഞ എല്ലാം കേൾക്കത്തില്ലേ? അപ്പൊ പിന്നെ അച്ഛന് വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുവോ? അമ്മ അവിടെ അത്തപ്പൂക്കളം ഇടുന്നില്ലേ? ആ അത്തപ്പൂക്കളത്തിന്റെ അവിടെ പോയിട്ട് പൂക്കളെല്ലാം വാരി വെതറി മൊത്തത്തിലൊന്ന് കുളമാക്കി തരാമോ? പ്ലീസ്. അമ്മ എന്തോ നമ്മുടെ പൂക്കിലില്ലേ അച്ഛൻ നശിപ്പിക്കാൻ പറഞ്ഞു. നശിപ്പിക്കാൻ പറഞ്ഞോ? നമുക്ക് ഫസ്റ്റ് അമ്മ. പിന്നെ കിട്ടാണ്ട് എങ്ങനെയുണ്ട് ചേച്ചി? പൊളിച്ചിട്ടുണ്ട്. നമുക്കൊരു ബോർഡറും കൂടെ ഇട്ടാലോ? അവരിട്ടിട്ടില്ല. അവര് ബോർഡർ ഇട്ടിട്ടില്ല. എന്നാ പാ. അയ്യോ അതെ ടൈം കഴിഞ്ഞേ, അനുവദിച്ച സമയം കഴിഞ്ഞേ. ആ അച്ഛാ ഓ ഞങ്ങളുടെ എപ്പ കഴിഞ്ഞെന്നുള്ള പിടിയണ്ട. അതൊന്നും എനിക്കറിയണ്ടായിരുന്നു. അപ്പൊ കേരളത്തിലെ ഫസ്റ്റ് ക്ലാസ് പൂക്കളാണ് നമ്മൾ ഇട്ടേക്കണത്. അതെ, അത് തീരുമാനിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. നമ്മൾ തീരുമാനിക്കും കേട്ടാ. അപ്പൊ അടുത്ത പൂക്കളം കാണാം. അയ്യോ അതൊന്നും കാണണ്ട ഒരു കാര്യം എന്റെ പൊന്നി ജഡ്ജസേ, ഞങ്ങളുടെ തന്നെ ഫസ്റ്റ് ഇങ്ങട്. ചുമ്മാ ചുമ്മാ മിണ്ടാതിരിക്കും. അപ്പോ രണ്ട് കളങ്ങളുടെയും മൂല്യനിർണ്ണയം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിലുപരിയായി വാശിയേറിയ ഒരു മത്സരമാണ് ഇവിടെ നടന്നത്. എന്തായാലും ജഡ്ജിമെന്റ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. പ്രഖ്യാപിക്കല്ലേ ചേച്ചി? പ്രഖ്യാപിക്കില്ലേ? അതെ, ഒരു കളം കൂടെ. ആ കളത്തിന് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു. അവിടെ മാർക്ക് ഇട്ടിട്ടാണ് ഞങ്ങൾ ഈ കളത്തിന് മാർക്ക് ഇടാൻ വന്നത്. ആ കളമല്ല, ഇത് ഞങ്ങളുടെ 3 പേരുടെ ഞങ്ങളുടെ ടീമിന്റെ കളം. അതെങ്ങനെ ശരിയാവുക? പ്രഡിക്ഷൻ ലിസ്റ്റിൽ പോലും നിങ്ങളുടെ ടീം മത്സരിക്കുന്നതായിട്ട് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. പിന്നെങ്ങനെ? അയ്യോ, ഇത് വൈൽഡ് കാർഡ് എൻട്രിയാ. അതെ, വിഷയം ഉണ്ടാകണ്ട. കമ്മിറ്റിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമായിരിക്കും. സീതേ, ആ കളം കൂടി ഞാൻ ജഡ്ജ് ചെയ്യാം. അയ്യോ ഞങ്ങളുടെ കളം കളം കളം. ഇത് മനഃപൂർവ്വം പറഞ്ഞു വന്നിട്ട് ഇത് ചെയ്തതാണ്. ഞങ്ങൾ അറിഞ്ഞിട്ട് പോലെയല്ല നിങ്ങൾ പൂക്കളം ഇട്ടത്. അപ്പോഴാണ് മനഃപൂർവ്വം. ബഹളം വെക്കല്ലേ, ഞങ്ങൾ ജഡ്ജ് ചെയ്യാനുള്ള ഒരു അവസരത്താ. നിങ്ങൾ ബഹളം വെക്കല്ലേ, ഞങ്ങൾ നോക്കിക്കോളാം.
അപ്പൊ ഓക്കെ 3 കളത്തിന്റെയും ഞങ്ങൾ കണ്ടു, ജഡ്ജ് ചെയ്തു. അപ്പൊ ഇനി വിധി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അടുത്ത മത്സരമാണ് ഇവിടെ നടന്നത്. വിധി പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി ഉണ്ടായിരുന്നു. അത്രയും നല്ല മത്സരമായിരുന്നു. എങ്കിലും പറയാം, ഒന്നാം സമ്മാനം ഈ പൂക്കളം വിട്ട അടുക്കള ടീമിന്. ശരിയാവത്തില്ല. ഇത് പതിവ് പോലെ അച്ഛനമ്മയെ പേടിച്ച് ഫസ്റ്റ് കൊടുത്താ. ഞാൻ വെള്ളം ചേർത്തിട്ടില്ല, നീതിപൂർവ്വമാണ് നിർത്താൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം. നിങ്ങളിങ്ങനെ നമ്മളൊരു വഴക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 3 കളവിടാൻ പറഞ്ഞത്. നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാണെങ്കിൽ 2 കളവിടാൻ പറഞ്ഞത്, അത് 3 കളത്തിലേക്ക് പോയി പോട്ടെ. ഇതിപ്പോ നിങ്ങൾ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങള് കമ്മിറ്റി അന്തിമമായിട്ട് തീരുമാനിച്ചിട്ട് വീണ്ടും തീരുമാനം മാറ്റണം. തീരുമാനം മാറ്റി. ഒരു ടീമിനല്ല, 3 ടീമിനും ഒന്നാം സമ്മാനം നൽകിയിരിക്കുകയാണ്. ഞാൻ തരണം. അതെന്നെ ഇടപാടോ? ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവരും കഷ്ടപ്പെട്ടു. അത് ഞങ്ങളും കഷ്ടപ്പെട്ടല്ലേ ഇട്ടത്, ഞങ്ങൾക്കല്ലേ ഫസ്റ്റ് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾ പാലം വെച്ചോണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനമായത്. അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെ എഫർട്ടിന് നമ്മൾ വില കൊടുക്കുന്നു. അതുകൊണ്ട് 3 പേർക്കും ഒന്നാം സമ്മാനം. ശരി, പോരെ? സന്തോഷമായില്ലേ? സംഭവം എന്നാ സമ്മാനം ഒന്നാം സമ്മാനം നമ്മളെല്ലാവരും കൂടി ഓണം കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് പോകുന്നു. അതിന്റെ ഫുൾ ചെലവ് എന്റെ വക.